പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പ്രധാനമായിട്ടും രണ്ട് സംഭവങ്ങളാണ് ചാനലുകാരൊക്കെ ചർച്ചയാക്കി വച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ജി സുധാകരൻ പത്രസമ്മേളനം, പുള്ളിക്കാരൻ പാർട്ടിയിൽ നിന്ന് വെളിയിൽ പോയ കാര്യം പുള്ളി പത്രസമ്മേളനം നടത്തി വിവരിച്ചത്, അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോകളും ഒക്കെയാണ് ചാനലിലുള്ളത്. അടുത്തത് വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ അടക്കി ഭരിച്ചിരുന്ന എസ്.എൻ. റഷീദിൽ നിന്ന് അദ്ദേഹത്തെ കോടതി പുറത്താക്കി. അദ്ദേഹത്തെ മാത്രമല്ല, ഭരണസമിതിയെ കംപ്ലീറ്റ് പുറത്താക്കിയിരിക്കുകയാണ്. കാര്യം, പുള്ളിക്കാരന് സാധാരണ ഒരു പള്ളിയിലോ അമ്പലത്തിലോ ആണെങ്കിൽ തന്നെ അവിടുത്തെ കമ്മിറ്റിക്കാർ എല്ലാ ആണ്ടിലും കണക്കും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ നടക്കത്തുള്ളൂ. ഇത് കണക്കുമില്ല, കാര്യവുമില്ല, തിരഞ്ഞെടുപ്പുമില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ളവരെ പുള്ളി നിയമിക്കും, പുള്ളി തന്നെ ഭരിക്കും. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. പുള്ളിക്ക് ഇഷ്ടമില്ലാത്തവരെ ചിലപ്പം മാറ്റി നിർത്താനും ഇല്ലാതാക്കാനും വരെ ശ്രമിക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വെള്ളാപ്പള്ളിയൊക്കെ ഒരു പണി കിട്ടിയിരിക്കുന്നു. അതുപോലെ ആലപ്പുഴയിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കും നല്ലൊരു പണി കിട്ടിയിരിക്കുന്നു. ഇപ്പം ജി സുധാകരൻ പോയത് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ജി സുധാകരൻ ഇനിയും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ആർക്കുണ്ടാകും നേട്ടം ഉണ്ടാകുന്നത് എന്നൊന്നും പറയാനൊക്കില്ല. ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാനൊക്കത്തുള്ളൂ. പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഈ വെള്ളാപ്പള്ളിയെ ഒരു സമുദായ സംഘടനയുടെ നേതാവാ എന്നൊക്കെ പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടന്നവരൊക്കെ ഇനിയിപ്പോൾ എന്ത് പറയും? കാര്യം ഇപ്പം ഇയാൾ നേതാവല്ല. ഇയാളെ ഈ അടുത്ത് ഒരു ദിവസത്തേനെങ്കിൽ ഒരു ദിവസത്തേന് ചിലപ്പോൾ പുള്ളിയുടെ കുത്സിത പ്രവർത്തനങ്ങളൊക്കെ കാരണം ഈ കേസിന് പോകും പിടിച്ചു നിൽക്കാനുള്ള കഴിവുകളൊക്കെ പുള്ളിക്കുണ്ട്. പക്ഷെങ്കിൽ ഇതിപ്പോൾ ഒരു പുള്ളിക്ക് ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതിന് കേസിന് പോയാലും ഇപ്പം അന്തരിച്ച സാനു മാസ്റ്റർ വരെയായിരുന്നു അന്ന് കേസ് കൊടുത്തിരുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കൊടുത്ത കേസിൻ്റെയൊക്കെ പുറകിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.